നമ്മൾ ആര് രാഹുൽ ഗാന്ധിയുടെ സൈഡ് എടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള എല്ലാ മെഷീനറിയും ഈ സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ. അതിനുള്ള റിസോഴ്സസ് മുഴുവൻ ഈ ഭരിക്കുന്ന പാർട്ടിക്കുണ്ടല്ലോ. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അതേ ഒരു ചോദ്യം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവരുടെ റിയാക്ഷൻ കാരണം ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ വി ആർ ഫോഴ്സ്ഡ് ടു ബിലീവ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ പുഷ് ചെയ്തത് ഭരിക്കുന്ന പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനുമാണ്. ഇപ്പോ ആദ്യ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളോട് റെസ്പോണ്ട് ചെയ്തൊരു രീതി നമുക്ക് ഓർമ്മയുണ്ട്. സത്യവാങ്മൂലം സമർപ്പിക്കണം, സത്യവാങ്മൂലം സമർപ്പിക്കുകയാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നൊരു ഏകദേശം ഏറെക്കുറെ ഒരു ഭീഷണിയുടെ സ്വഭാവത്തിലുള്ള ഒരു റെസ്പോൺസാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ തവണ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. രണ്ടാമത്തെ തവണ കുറച്ചുകൂടി മയപ്പെട്ട രീതിയിലാണ്. ഇന്നിപ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അപ്പോൾ തന്നെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ആദ്യത്തെ തവണ കർണാടക പോലീസ് ഈ കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 18 തവണ വീണ്ടും 17 തവണ കത്തെഴുതേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇപ്പോൾ കർണാടകയിൽ ആദ്യം ഈ ശകുൻ ദേവി എന്ന് പറയുന്നൊരു വോട്ടർ, അവർക്ക് 2 ഇടങ്ങളിൽ വോട്ടുണ്ട് എന്ന് അടക്കമുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ ശകുൻ ദേവി വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് എനിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ എടുത്തു പറയുകയാണത്. അതായത് കള്ളവോട്ട് ആണ്, ഒരു കള്ളവോട്ടുണ്ട്, അവർ ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നില്ല. ഇവരുടെ പേരിൽ 2 വോട്ടുണ്ട്, അത് മറ്റാരോ തരപ്പെടുത്തി ചെയ്തതാണെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ശകുൻ ദേവി വന്നിട്ട് എനിക്ക് വോട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഹാജരാക്കിയ സാക്ഷികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങൾ വോട്ട് ചേർക്കാൻ പോയിട്ടില്ല, വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അതും അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ വിശ്വാസത്തിൽ എടുക്കണ്ടേ? തീർച്ചയായും മാധു, ഇതിൽ ത്രൂ ഔട്ട് ഇലക്ഷൻ കമ്മീഷനും ഭരിക്കുന്ന പാർട്ടിയും ഒരു വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ റെസ്പോൺസില്ല. ഒന്ന്, ഇവര് പറയുന്നു ഡെമോക്രസിയെ തകർക്കാനാണ്, നേപ്പാളും ബംഗ്ലാദേശും പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ടേമോയിൽ സൃഷ്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നതെന്ന് BJP പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ, ഇന്നും ഇതിനു മുമ്പ് ഉയർത്തിയ ആരോപണങ്ങൾ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചെടുത്ത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കെതിരെ ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. അതിന്റെ വിശ്വാസ്യതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അത് തെറ്റാണ് എന്ന് റൂളിംഗ് പാർട്ടിക്കും ഇലക്ഷൻ കമ്മീഷനും അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് അവര് ഇപ്പൊ ചോദിച്ചല്ലോ, രാഹുൽ ഗാന്ധി ഇപ്പോൾ BJPയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്ന ആൾ ചോദിച്ചു എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതി പോയില്ല എന്ന്. അങ്ങനെയാണ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതി പോയില്ല? ഒന്ന്. 2, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പ്രതിപക്ഷ നേതാവോ അതോ ഒരു സംസ്ഥാനത്തുള്ള പ്രതിപക്ഷ നേതാവും ലോക്സഭയിലുള്ള പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ രാജ്യസഭയിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരും എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും ക്രമക്കേടുകളോ അഴിമതിയോ ഈ രാജ്യത്ത് ഉണ്ടായാൽ ഉടനെ കോടതിയിലേക്കാണ് പോകേണ്ടത്? എന്നാ പിന്നെ നമുക്ക് ഇവരെ തെരഞ്ഞെടുത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കോടതി മതിയല്ലോ. അങ്ങനെയല്ലല്ലോ. ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ് എന്നതിൽ നിന്ന് നമ്മൾ ഒരു മിനിമം ഉത്തരവാദിത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഈ രാജ്യത്തെ സിസ്റ്റമോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഏതാണെങ്കിലും അതുപോലെ ഡെമോക്രസിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പാക്കേണ്ടത്. അതിന് നേരെ കോടതിയിലേക്കാണ് പോകേണ്ടത്. അങ്ങനെയായിരുന്നു BJP പ്രതിപക്ഷത്തിലിരുന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ BJP 2004 മുതൽ 2014 വരെ എത്രയോ തവണ പാർലമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്, എത്രയോ തവണ ഓരോ ആരോപണങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നേരെ കോടതിയിലേക്ക് പോയാൽ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് അവർ കോടതിയിൽ പോകാതെ ജനങ്ങളുടെ മുമ്പിൽ വന്നത്? നമ്മളൊരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് വിടുന്നത് എല്ലാം നിങ്ങൾ കേസ് കൊടുക്കാനായിട്ട് വക്കീലന്മാരുടെ അടുത്ത് പോയാൽ പോരെ? ഈ വക ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇത്തരം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം 2 എണ്ണത്തിന്റെ അല്ലെങ്കിൽ കുറച്ച് മാത്രമേ തെളിവുകൾ നിർത്തിയുള്ളൂ. അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ പറയുമെന്ന് നമുക്ക് വാഗ്ദാനം പുറത്തു കൊണ്ടുവരുമെന്ന് ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ഇതിലൊരു ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ്. അത് ശരിയാണോ തെറ്റാണെന്ന് നമുക്കറിയില്ല. അത് ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയല്ലായിരിക്കാം, അദ്ദേഹം പെരുപ്പിച്ച് കാണിക്കുമായിരിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് കാണിക്കേണ്ട ആരുടെ ഉത്തരവാദിത്വമാണ്? തീർച്ചയായും
ഈ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മള് ഇതിനകത്ത് അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ. അതിന് പുറത്തു പോകുമ്പോൾ അത് മദർ ഓഫ് ഡെമോക്രസി ആയിട്ട് നിലനിർത്തേണ്ടത് ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോ അങ്ങനെയുള്ള പാർട്ടി ഇതിനെതിരെ ഒരു ആക്ഷനും എടുക്കാതെ രാഹുൽ ഗാന്ധിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടും ഇത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ടും ആരാണ് വിശ്വസിക്കുന്നത്? BJP ആണ് ഈ പ്രതിപക്ഷത്തിൽ ഇരുന്ന് ഇങ്ങനെയെങ്കിൽ BJP ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുക? അങ്ങനെ മാത്രം ഓർക്കുക. അപ്പൊ ഈ വക ന്യായങ്ങളൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതിനുശേഷം വന്ന ഈ BJPയുടെയും ഗവൺമെന്റിന്റെയും റെസ്പോൺസ് ഇന്ന് നോക്കുക. മന്ത്രിമാരടക്കമുള്ളവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? They are just beating around the bush. They are not addressing the issue Rahul Gandhi has raised. അതാണ് നമ്മൾ ആരും രാഹുൽ ഗാന്ധിയുടെ സൈഡ് എടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള എല്ലാ മെഷീനറിയും ഈ സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ. അതിനുള്ള റിസോഴ്സസ് മുഴുവൻ ഈ ഭരിക്കുന്ന പാർട്ടിക്കുണ്ടല്ലോ. എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അതേ ഒരു ചോദ്യം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവരുടെ റിയാക്ഷൻ കാരണം ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ മനുഷ്യൻ വി ആർ ഫോഴ്സ്ഡ് ടു ബിലീവ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ പുഷ് ചെയ്തത് ഭരിക്കുന്ന പാർട്ടിയും ഇലക്ഷൻ കമ്മീഷനുമാണ്. ശരി.